അപ്പോൾ പിന്നെ നമുക്കതിനി പോയാലോ? ഞങ്ങൾ രാവിലെ തന്നെ കായംകുളത്തെത്തി. അവിടുന്ന് നേരെ ഇപ്പോൾ ഇനി ഓച്ചിറയ്ക്ക് പോകാൻ വേണ്ടി ബസ് കയറിയേക്കാം. അപ്പോൾ ബസ് ഡിപ്പോയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളങ്ങനെ ഓച്ചിറ അമ്പലത്തിൽ എത്തിച്ചേരുന്നതായിരിക്കും. ഓച്ചിറയ്ക്ക് പോകുന്ന വഴിയിലെല്ലാം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളതെല്ലാം താണ്ടി ഓച്ചിറ അമ്പലത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ബസ് ഇറങ്ങി ഓച്ചിറ അമ്പലത്തിലോട്ട് നടക്കുകയാണ്. ഒരു ഡൗട്ടുണ്ട്, ഇത് തന്നെയാണ് ഓച്ചിറ അമ്പലം. പിന്നെ ഒരു ധൈര്യത്തിലങ്ങ് പോവാം. അങ്ങോട്ട് നടന്ന് എങ്ങോട്ട് പോകണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇതുവഴി കയറേണ്ടതെന്നൊക്കെയുള്ള. പിന്നെ ഒരുവിധം കയറി. പിന്നെ എല്ലായിടത്തും ഇങ്ങനെ എന്താ പറയുന്നത്, കടകളും കാര്യങ്ങളും ചെറിയ ഇതും വിഗ്രഹങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. എങ്ങോട്ട് പോകണം എന്നുള്ള ഡൗട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുക. ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്നുള്ള ഡൗട്ട് ഇങ്ങനെ നിന്ന സമയത്താണ് സിന്ധു അമ്മയും നിധിയും വന്നത്. പിന്നെ ഞങ്ങളെ ഫുള്ള് നയിച്ചത് ഇവർ 2 പേരുമായിരുന്നു ഗൈസ്. വന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് തടയുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഓച്ചിറ അമ്പലത്തിലോട്ട് കയറി. ഓരോ വിഗ്രഹങ്ങളൊക്കെ ഇരിക്കുന്ന അവിടെയൊക്കെ പോയി തൊഴാനും. ആലിൻചോട്ടിലാണ് ഇവിടെ കൂടുതലും എന്താ പറയുന്നത് വിഗ്രഹങ്ങളൊക്കെ വെച്ചേക്കുന്നത്. എല്ലാം ഒരുപോലെ ഇരിക്കും. നമുക്ക് എവിടെ പോയി ആദ്യമായിട്ട് പോകുമ്പോൾ എവിടെ പോയി എങ്ങനെ പോയി എന്നൊക്കെ ഒത്തിരി കൺഫ്യൂഷൻസൊക്കെ വരും. എന്നാലും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എല്ലായിടത്തും ഞങ്ങളിങ്ങനെ തൊഴുതു. പിന്നെ അവിടെ എല്ലാം ചുറ്റി കാണുകയൊക്കെ ആയിരുന്നു. നമ്മൾ ഇറങ്ങാൻ വേണ്ടി ചുറ്റി കറങ്ങി ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവിടെ ഒരു ഓച്ചിറക്കാള ഇങ്ങനെ 2 നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അമ്മ പ്രാർത്ഥിക്കുന്നതൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ നോക്കി നിന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അവിടെ വെടിപരിപാടി നടത്തുന്നുണ്ടായിരുന്നു. അമ്മ അതും നടത്തിയ ശേഷം ഞങ്ങൾ ഇനിയും എന്താ ചെയ്യുക എന്ന് ഞാൻ ആലോചിച്ചിരുന്നപ്പോൾ ഇനിയും പോയി കഞ്ഞി കുടിച്ചാലോ എന്ന് സിന്ധുവമ്മ ചോദിച്ചു. അപ്പോൾ നമുക്ക് നേരെ ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോവാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഓച്ചിറ വന്ന് കഞ്ഞിയൊക്കെ കുടിക്കുന്നത് ഗൈസ്. അങ്ങനെ കഞ്ഞി കുടിക്കുന്ന സ്ഥലത്തോട് ഞങ്ങൾ നടന്ന് അകത്ത് കയറി. അവിടെ ക്യൂ ഒക്കെ നിൽക്കണമായിരുന്നു. അവിടെ അത്യാവശ്യം നല്ലൊരു ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. കുറേ പേര് കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ക്യൂ നിന്ന് കഞ്ഞിയൊക്കെ വാങ്ങിച്ചു. സ്പൂണൊക്കെ നമ്മൾ പോയി എടുക്കണമായിരുന്നു. കഞ്ഞിയൊക്കെ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ കുറേ നമുക്ക് കുടിക്കുന്നതിലും അധികമായിട്ടാണ് തരുന്നത്. എന്നിട്ട് ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ചു. എന്നിട്ട് എല്ലാവരും കഞ്ഞി കുടിക്കുന്നതൊക്കെ ചുമ്മാ ഇങ്ങനെ എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. എൻ്റെ സുധമ്മയുടെയും കഞ്ഞി കുടിച്ചിട്ടും തീരാതെ വന്നപ്പോൾ സിന്ധു അമ്മയോട് മതി ഇതെവിടെ കളയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉടനെ സിന്ധു അമ്മ പറയും, ഇവിടെ കളഞ്ഞു കഴിഞ്ഞാൽ ഇത് പാപം കിട്ടുന്നത്. എന്നിട്ട് ഞങ്ങളെക്കാട്ടി മുന്നിൽ കൊണ്ടുവന്ന് കഞ്ഞി കളഞ്ഞ ആളാണിത്. കഞ്ഞിയൊക്കെ കുടിച്ച് ഇറങ്ങി വന്നിട്ട് വാങ്ങാമെന്ന് കരുതി ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ കപ്പലണ്ടി കണ്ടു. അപ്പോൾ അത് വാങ്ങിച്ചേക്കാമെന്ന് കരുതി. നല്ല ചൂടുണ്ടായിരുന്നു. നമുക്കിനി കുറച്ച് കപ്പലണ്ടി വാങ്ങിക്കാം. നമ്മൾ കപ്പലണ്ടി വാങ്ങിക്കാൻ. അങ്ങനെ അതെല്ലാം വാങ്ങി ഞങ്ങൾ നേരെ ഓച്ചിറയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഓച്ചിറയിൽ ഞങ്ങൾ നേരെ ഇറങ്ങി അങ്ങോട്ട് വന്ന ഉടനെ ഗൈസ് വരുന്നു അഴീക്കൽ ബീച്ചിലോട്ടുള്ള ബസ്. ഞങ്ങൾ ഓടിക്കയറി അഴീക്കൽ ബീച്ചിലോട്ടുള്ള ബസ്സിൽ. എല്ലാവരും ചെറിയ ബസ്സായിരുന്നു, പക്ഷേ ഞങ്ങൾ ചാടിക്കയറിയോണ്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. പിന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. കുറച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ബസ് എടുത്ത് ഞങ്ങൾ നേരെ ഇനി അഴീക്കലോട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ അഴീക്കൽ ബീച്ചിലോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരം പോയപ്പോൾ ഒരു പാലം ഉണ്ടായിരുന്നു ഗൈസ്. ഒരു പാലത്തിലോട്ട് കയറുമ്പോൾ തന്നെ നമ്മൾ നോക്കുന്ന വ്യൂ തന്നെ എന്ന് പറയുന്നത് കുറേ ബോട്ടുകളും വള്ളങ്ങളും ഒക്കെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നതും അത് ഒതുക്കി ഇട്ടേക്കുന്നതൊക്കെയാണ് കാണുന്നത്. എല്ലാം കൂടെ അങ്ങനെ കുറേ ബോട്ടുകളൊക്കെ കിടക്കുന്ന കാണാൻ അത്രയ്ക്ക് സൂപ്പറായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു ആ വ്യൂ. ഞാൻ എന്താ പറയുന്നത്, ലൈഫിൽ തന്നെ അങ്ങനെ ഒരു വ്യൂ ആദ്യമായിട്ട് കാണുക. ഇവിടെ ഉള്ളവർക്കൊക്കെ അത് എന്താ പറയുന്നത് അത്ര ഇതായിട്ട് തോന്നില്ലായിരിക്കും, പക്ഷേ എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ നമ്മളങ്ങോട്ട് കുറേ ദൂരം പോകുമ്പോൾ പിന്നെന്താ പറയുന്നത്, ബീച്ച് നമുക്ക് ഈ ബസ്സിൽ പോകുമ്പോൾ നല്ലതായിട്ട് നമുക്ക് ബീച്ച് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലെ ആൾക്കാർ ഇറങ്ങിയപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് പോയിട്ട് ആ ബീച്ചിൻ്റെ വ്യൂ എടുക്കാൻ വേണ്ടി പോയി. റോഡിൽ കൂടെ പോകുമ്പോൾ അത്രയ്ക്ക് നമുക്ക് അടുത്ത് നമുക്ക് ബീച്ച് കാണാം. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. എന്താ പറയുക, അയ്യോ എന്താ ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. അത്രയ്ക്ക് സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ അഴീക്കലോട്ടുള്ള ആ ഒരു ട്രാവല്.
അങ്ങനെ ബീച്ചിൻ്റെ കാഴ്ചകൾ ബസ്സിലിരുന്ന് കണ്ട ശേഷം ഞങ്ങൾ ഇറങ്ങേണ്ട സ്റ്റോപ്പായി. അഴീക്കൽ വലിയ പാലം, ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന പാലം നമുക്ക് കാണാനൊക്കെ പറ്റി. ഇതാണ് ആ പാലത്തിലോട്ട് പോകുന്ന വഴി. ആ പാലത്തിൻ്റെ ഒരു പാർട്ട് തന്നെ. ഇതിലോട്ട് കയറിയാൽ നമുക്ക് അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യാം. പിന്നെ ഞങ്ങൾ നേരെ ഇനി ബീച്ചിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് ഞങ്ങൾ ബാക്കിൽ കാണുന്നത് ഞങ്ങൾ വന്ന ബസ്സാണ്. ഞങ്ങളിനി നേരെ ബീച്ചിലോട്ട് പോവാം. അപ്പോൾ ഇവിടുന്നേ ഞങ്ങൾ ഭയങ്കര ഒരു ഇതിൽ ഹാങ് ഓവറിലാണ് പോകുന്നത്. നമ്മൾ അഴീക്കൽ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. നമ്മളപ്പോൾ അങ്ങോട്ട് പോവാം. അപ്പോൾ എല്ലാവരും ഫ്രണ്ടിൽ നടന്നുകൊണ്ടിരിക്കുക, ഞാനും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് വിശേഷമൊക്കെ കാണാം. നമ്മളെ ലീഡ് ചെയ്തുകൊണ്ട് പോകുന്നത് കിട്ടിയ മഴയൊന്നും അറിയത്തില്ലെങ്കിലും ചുമ്മാ പൊക്കോളൂ. ഗായ്സ്, അങ്ങനെ ഫൈനലി ഞങ്ങൾ ബീച്ചിലോട്ട് എൻ്റർ ആവുകയാണ്. ഗായ്സ്, ഇപ്പം ഞങ്ങൾക്ക് അത്രയ്ക്ക് അടുത്ത് ഞങ്ങൾക്ക് ബീച്ചിനെ കാണാം. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് എന്താ പറയുക അഴീക്കൽ ബീച്ച് എന്ന് പറയുന്നത്. നമുക്ക് പക്ഷേ ഇവിടുന്ന് എന്താ പറയുന്നത് അത്രയ്ക്ക് തിരയടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ടൊന്നും ആൾക്കാർ അധികം ഒന്നും പോകുന്നില്ല, കുറച്ചേ ഉള്ളൂ. ഞങ്ങൾ പിന്നെ ഇവിടെ ചുറ്റിക്കറങ്ങണമെന്ന ആവേശത്തിൽ എല്ലാം ചുറ്റിക്കറങ്ങുകയാണ്. ഈ പൊരി വെയിലത്താണ് ഞങ്ങളുടെ ആവേശം കൊണ്ട് ഞങ്ങൾ ചുറ്റിക്കറങ്ങാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ആവേശമുള്ളത് രണ്ടമ്മമാർക്കാണ്. അവരാണ് ഏറ്റവും മുന്നിൽ ആദ്യം ഓടുന്നത്. ഞങ്ങൾക്ക് അത്ര ആവേശമില്ല. ഞങ്ങൾക്ക് ബീച്ചിലൊന്ന് ഇറങ്ങണം എന്നേ ഉള്ളായിരുന്നു. ഇത്ര ചുറ്റി കാണണമെന്നില്ലായിരുന്നു. പിന്നെ കുടയൊക്കെ നൂത്ത് ഞങ്ങൾ നേരെ അങ്ങോട്ട് ഇറങ്ങി. നടന്ന് പോയി. വഴിയിലെല്ലാം കപ്പിൾസിനെ കാണുമ്പോഴത്തേക്ക് അമ്മമാർ ഫുള്ള് കൗണ്ടറടികളായിരുന്നു. അങ്ങനെ ഈ നട്ടാക്കുരുക്കാത്ത വെയിലിൽ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയാണ് ഗായ്സ് അഴീക്കൽ ബീച്ച്. അപ്പോൾ നമ്മൾ ഈ നടന്നു പോകുന്ന കുറേ ദൂരം ഇങ്ങനെ നടന്നപ്പോൾ അവിടെ നമുക്ക് ഈ വലിയ പാലമൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത വ്യൂ ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അതെല്ലാം കണ്ട് കുറേ ദൂരം നടന്ന് അവിടെ കുറേ ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു, ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. അവർ എന്താ പറയുക, ഞങ്ങളങ്ങോട്ട് ചെന്നപ്പോഴാണ് അവർക്ക് ഒറ്റ ഇതിൽ 2 മീനെയൊക്കെ കിട്ടി. അവരത് പിടിച്ചൊക്കെ ഇടുന്ന കണ്ടു. ഞങ്ങൾ എന്നിട്ട് നേരെ നടന്നു. അപ്പോഴത്തേക്ക് അമ്മയൊക്കെ തേൻമുട്ടായൊക്കെ പൊട്ടിച്ചു ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ പിന്നെ വാങ്ങി അത് കഴിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു പരുവമായി ഗൈസ്. ഗൈസ്, നമ്മൾ അഴീക്കലെത്തിയിരിക്കുന്നു. ഗൈസ്, അങ്ങനെ മീനൊക്കെ വെച്ചുള്ള ആൾക്കാർ പോവാം. അങ്ങനെയാണ് വലിയ അഴീക്കൽ പാലം. നല്ല നട്ട കൊഴുക്കാത്ത വെയിലാണ് ഗൈസ്. എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മുന്നോട്ട് പോകാൻ നമുക്കും കൂടെ പോകാം. ഗൈസ്, നമ്മളൊക്കെ ബീച്ച് വന്നിട്ടല്ലേ. മീൻ പിടിച്ചാണ്.
വെയിലുള്ളിടത്തും എക്സ്പ്ലോർ ചെയ്ത് മതിയായി. ഞങ്ങൾ ഇനി വെയിലില്ലാത്ത തണൽ ഇരുന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇരുന്നിനി ഐസ്ക്രീമൊക്കെ കഴിച്ച് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി ഞങ്ങൾ മൂന്നും ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യുകയാണ്. സിന്ധുവമ്മ മാത്രം ബീച്ചിൽ പോയി ബീച്ചിൽ നിന്ന് ഐസ്ക്രീം കഴിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഞങ്ങൾക്കൊന്നും പോകാൻ ആദ്യം താല്പര്യമില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സുധേമ്മയെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും പോവാമെന്ന് പറഞ്ഞു ഒറ്റ പോക്ക്. പിന്നെ 2 പേരൂടായി അവിടെ ബീച്ചിൽ ഇറങ്ങുകയും അവർ രണ്ടും കൂടെ ആയിരുന്നു. പിന്നെ കുറേ നേരം ഞാനും ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഞാനും അവരുടെ എന്താ പറയുന്നത് അവരുടെ ബീച്ചിൽ ഓരോരോ കലാപരിപാടികൾ കണ്ടുകൊണ്ട് ഞാനും അവളോട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിനിടെ അവർ രണ്ടും ഞങ്ങളെ വിളിച്ചു. അപ്പോൾ പിന്നെ എനിക്കും അവിടെ ഇരിക്കാൻ തോന്നിയില്ല. ഞാൻ പുറകെ അവരുടെ അടുത്തോട്ട് പോയി. പിന്നെ പാൻറ്റൊക്കെ മടക്കി വെച്ചിട്ട് നേരെ ബീച്ചിലോട്ട് ഇറങ്ങാൻ പോവുകയാണ് ഞാൻ ഗൈസ്. വരട്ടെ ഞാൻ കുഴിയിലാണ്. അങ്ങനെ ബീച്ചിലൊക്കെ ഞങ്ങൾ കുറേ എൻജോയ് ചെയ്ത് എന്നിട്ട് നേരെ ഇനി കയറാൻ പോവാണ്. കുറേ നേരമായി ഞങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ കരയ്ക്കോട്ട് കയറി കാലൊക്കെ കഴുകി ഞങ്ങൾ ഇനി കുറച്ച് മീനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയാലോ എന്ന് ആലോചിച്ച് ഇവിടെ എവിടാണ് ഈ മീനൊക്കെ വിൽക്കുന്ന ഹാർബർ ഉണ്ടല്ലോ, അത് എവിടാന്ന് കണ്ടുപിടിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ ഞങ്ങൾ കുറേ ദൂരം നടന്ന് നേരെ അങ്ങോട്ട് ചെന്ന് കയറി. ഞങ്ങൾ ചുമ്മാ കയറാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ അവിടെ പാസ്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഇപ്പോൾ പാസ്സൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. സുധേമ്മയ്ക്ക് വഴി എല്ലാം അറിയാവുന്ന രീതിയിലാണ് അമ്മ നടക്കുന്നത്. പക്ഷെ അമ്മയ്ക്ക് അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. അമ്മ വഴി കണ്ടുപിടിച്ച് നേരെ അങ്ങോട്ട് ഫസ്റ്റ് ലീഡ് ചെയ്ത് ഞങ്ങളെ കൊണ്ടുപോകുന്ന അമ്മയാണ്. എൻ്റെ അമ്മ നേരെ ചെന്ന് പാസ്സൊക്കെ എടുത്ത് ഉള്ളിലോട്ട് ഞങ്ങൾ 4 പേരോടെ കയറി. അവിടെ ഇഷ്ടംപോലെ മീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുറേ ഞങ്ങൾ കയറിപ്പോകുന്ന വഴിയും കുറേ പേര് മീനും കൊണ്ടൊക്കെ വാങ്ങിയിട്ടൊക്കെ പോവുകയാണ്. അപ്പം ഞങ്ങളും ആ പ്രതീക്ഷയിലാണ് അങ്ങോട്ട് പോകുന്നത്, മീനെ ഏറെ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന രീതിയിലാണ്. നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഓരോ വണ്ടികളിൽ നിന്നാണെങ്കിൽ മീൻ ഫുൾ ഐസ് ഇടുന്നതും അതും എത്ര കണക്കിന് പെട്ടികൾ നിറയെയാണ് മീൻ ഐസ് ഇടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി ചെല്ലുകയാണ്. അതിനിടയ്ക്ക് സിന്ധുവമ്മ വീഴാൻ പോയ പക്ഷേ അത് എടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞ് അതുകൊണ്ട് ചിരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുക ഞങ്ങളോടത് പറഞ്ഞുകൊണ്ട്.
അപ്പോഴത്തേക്ക് സുധയമ്മയാണെങ്കിൽ റോക്കറ്റ് വിട്ട പോലാണ് ഓടിപ്പോകുന്നത്. ഞങ്ങൾ അവിടോട്ട് നോക്കുമ്പോൾ എല്ലാവരും വള്ളത്തിൽ നിന്നാണെങ്കിൽ കുറേ പേരിങ്ങനെ മീനൊക്കെ എടുക്കുന്നു. അപ്പം നോക്കുമ്പോൾ എല്ലാം ഈ മീനാണ്, ഈ ചെറിയൊരു മീന നെത്തോലിയായിരുന്നു, അത് മാത്രമാണ് അവിടെ കാണാനുള്ളത്. പിന്നെ അല്ലാതെ കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെ ഒന്നും കിട്ടാതെ നിരാശയോടെ ഞങ്ങളിങ്ങനെ തിരിച്ചിങ്ങ് പോന്നു. പിന്നെ ഞങ്ങൾ നേരെ വന്ന് ഫുഡ് കഴിക്കാമെന്ന് കരുതി. ഫുഡ് കഴിക്കാനായിട്ട് ഹാർബറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളൊരു റെസ്റ്റോറൻറ്റിലോട്ടാണ് പോയത്. ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ആയിരുന്നു, പക്ഷേ ഫുഡൊക്കെ പൊളിയായിരുന്നു. അവിടെ കുറേ സീ ഫുഡൊക്കെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ അങ്ങോട്ട് കയറിയത്. അത്യാവശ്യം സീ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഒരു കൊഞ്ച് റോസ്റ്റ് ഓർഡർ ചെയ്ത് പിന്നെ എന്നിട്ട് മീൽസും കൂട്ടി നന്നായിട്ട് കഴിച്ചു. എന്നിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ബസ് വെയിറ്റ് ചെയ്ത് ബസ് കയറി. ഞങ്ങൾ പത്തനംതിട്ടയ്ക്കും സിന്ധുവമ്മയും നിധിയും കായംകുളത്തോട്ടും പോയി. ഞങ്ങൾ ഓച്ചിറ വന്നിട്ടാണ് പോയത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരേക്കും ബൈ ഗൈസ്.